ഹലോ ഇന്ന് നമുക്ക് ഷെഫ് പിള്ള സാറിൻ്റെ വേണാട് പാൽക്കൊഞ്ച് റെഡിയാക്കിയാലോ. അപ്പോൾ വായോ. പ്രോൺസ് മാരിനേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടൊരു മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, കുറച്ച് കറിവേപ്പില കുരുകുരാന്നരിഞ്ഞതും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ ഒരു ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് ആ ഒരു സെയിം അളവിൽ തന്നെ വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്രോൺസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പ്രോൺസ് എല്ലാം നിരത്തി കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് ഗ്രില്ലായി കഴിയുമ്പം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ടൈം പ്രോൺസ് വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും ജിഞ്ചറും കുറച്ച് ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രോൺസ് ഓവർ കുക്ക് ചെയ്ത് റബ്ബർ പോലെ ആക്കരുത്. ഒരു 3-4 മിനിറ്റ്സ് കൊണ്ട് നമ്മളിത് റെഡിയാക്കി തീരണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.